നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ചിന്തിക്കാറുണ്ടോ, എന്തൊക്കെയാണ് ചിന്തിക്കാറ്, ഇപ്പോൾ ചിന്തിക്കാറുണ്ടോ എന്നതൊക്കെയാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല മുന്നോട്ട് പോകുന്നത്. ഏതൊരു റിലേഷൻഷിപ്പിലേക്ക് കടക്കുമ്പോഴും നമ്മൾ ഓരോ റിലേഷൻഷിപ്പിലും നമ്മൾ ആ ഒരു തുടക്ക കാലഘട്ടങ്ങളിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു സ്നേഹം, റൊമാൻസ്, വളരെ അധികമായിട്ടുള്ളൊരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു കണക്ഷൻസ്, ഡെയിലി വിളിക്കുക, സംസാരിക്കുക, അതൊക്കെ തന്നെയായിരിക്കും. പോകെ പോകെ പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന തരത്തിലായിരിക്കില്ല ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയിട്ടുണ്ടായിരിക്കുക. ആ ഒരു പേഴ്സണും ഇതേ ചിന്തകൾ, രണ്ടു പേർക്കും ഒരേ ചിന്തകളാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏറെക്കുറെ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ്. വിഷമിച്ചിരിക്കുക അല്ലെങ്കിൽ നിങ്ങളെ കിട്ടാതെ വരുമ്പോൾ ഉള്ളൊരു ദുഃഖം, അതൊന്നല്ല ആളുടെ ചിന്തകളിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു റീഡിങ്ങിൽ കൂടുതലും ആളുടെ ചിന്തകളും അതോടുപരി ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു സത്യാവസ്ഥ കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് യൂണിവേഴ്സ്. അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് പറയാനായിട്ട് നിങ്ങളിത് അറിഞ്ഞിരിക്കണമെന്നും മേ ബി യൂണിവേഴ്സ് വിചാരിക്കുന്നുണ്ടായിരിക്കും. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല ഒട്ടും തന്നെ മുന്നോട്ട് പോകുന്നത്. ഇത് വന്നതിന് ശേഷം നിങ്ങൾ ഒരുപാട് ചിന്തിച്ച് കൂട്ടുന്നുണ്ടായിരിക്കണം. അതായത് ഈ ടാരറ്റ് കാർഡ്സ്, ഇതുപോലുള്ള ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ടാവുക ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമായിരിക്കും. ഈ ടാരറ്റ് കാർഡ്സുകളെല്ലാം നിങ്ങൾ കണ്ടു തുടങ്ങുക. അതിലൂടെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടായിരിക്കും. എന്താണ് സോൾമേറ്റ്, കാർമിക്, ടിൻ ഫ്ലെയിം കണക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥകൾ തേടിയിട്ട് നിങ്ങൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ട് അങ്ങനെ കുറേ പേരുടെ എനർജീസ് ഞാനിതിൽ കാണിക്കുന്നുണ്ട്. ഒരുപാട് ഇതിലൂടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് അവരുടെ ചിന്തകൾ അല്ലെങ്കിൽ അവരുടെ ഓരോ കാര്യങ്ങൾ അവർ ഇണങ്ങുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് മേ ബി നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ഒരുപാട് പേര് ഇവിടെ കാണിക്കുന്നുണ്ട്. അവരെല്ലാം ഈ ഒരു ടാരറ്റ് കാർഡ്സ് റീഡിങ് കണ്ടുകൊണ്ടാണ് പലരും ആശ്വാസം തേടുന്നതെന്ന് എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതും ഒന്നല്ല, ഒരു പ്രാവശ്യമല്ല, ഓരോ റീഡിങ്ങിലും എടുത്തെടുത്ത് നിങ്ങളിങ്ങനെ കാണുകയാണ്. അവരുടെ ഓരോ ചലനങ്ങളും നിങ്ങൾക്ക് ഇതിലൂടെ അറിയുന്നു എന്നുള്ളൊരു ഫീലിങ്സിൽ നിങ്ങളത് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ റീഡിങ്ങുകളും അങ്ങനെ കാണിക്കുന്നുണ്ട്. ഇത് വന്നതിന് ശേഷമായിരിക്കാം നിങ്ങളിപ്പോൾ ഒരുപാട് ചിന്തിച്ച് കൂട്ടിയിട്ടുണ്ടായിരിക്കുക, എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പ്, വേറെ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും കിട്ടാത്ത ഒരു തരം എക്സ്പീരിയൻസ് ആകും നിങ്ങൾക്ക് ഇത് ഈ ഒരു റിലേഷൻഷിപ്പ് തന്നിട്ടുണ്ടായിരിക്കുക. ഇതേ കണക്ക് തന്നെയാണ് ആ ഒരു പേഴ്സൺ. കാരണം ഇതത്രയ്ക്കും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് എന്നുള്ളൊരു കണക്കാണ് ആള് ചിന്തിക്കുന്നത്. ആളുടെ ചിന്താഗതി അതാണിപ്പോൾ. നിങ്ങൾക്കും ഏറെക്കുറെ ആ ഒരു ചിന്ത വന്നിട്ടുണ്ടായിരിക്കണം. ഇതൊരു റിലേഷൻഷിപ്പ് ഒരു സാധാരണ ഒരു റിലേഷൻഷിപ്പ് പോലെയല്ല. ഈ ഒരു പേഴ്സണിൽ നിന്നും എത്രയൊക്കെ വളരെ ടോക്സിസിറ്റി കാണിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ. പക്ഷേ എത്രയൊക്കെ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ പോലും ഇതിൽ നിന്നും അകലാൻ പറ്റാത്ത ഒരു ടൈപ്പ് ഓഫ് ഒരു കണക്ഷൻ, ഒരു എന്തോ തരത്തിലുള്ള എനർജി നിങ്ങളെ ടൈ ചെയ്ത് വെച്ചിട്ടുള്ള പോലത്തെ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. അതേ കണക്ക് തന്നെ ആ ഒരു പേഴ്സണും തോന്നുന്നുണ്ട്. കാരണം ഈ ഒരു പേഴ്സണിൽ നിന്നുള്ളൊരു അകൽച്ച, അവരിപ്പോൾ നിങ്ങളെ എങ്ങനെയൊക്കെ വേദനിപ്പിച്ചു എന്ന് പറഞ്ഞാലും നിങ്ങൾക്കതൊരു വിഷയമല്ല. ആഗ്രഹമുണ്ട് ഈ ഒരു എന്തിനാണ് ഞാനിതുപോലെ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണിൽ നിന്നും നമുക്ക് മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. കുറേ കാര്യങ്ങളും മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒരുപാട് വേദനകൾ നിറഞ്ഞിട്ടുള്ള ഡയലോഗ്സുകളൊക്കെ ആൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും നിങ്ങളെടുത്ത്. പക്ഷെ എന്നാൽ പോലും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ വിട്ട് പോവാനുള്ളൊരു ടെൻഡൻസി അത് നിങ്ങൾ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. ഇത് വേണ്ട, എന്തിനാ ഞാൻ ഇതുപോലെ വിഷമം പിടിച്ച് ഒരു റിലേഷൻഷിപ്പിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങിക്കെടുക്കുന്നത്, ആൾക്ക് എന്നെ വേണ്ടെങ്കിൽ എനിക്കും വേണ്ട, നമുക്കൊരു വാല്യൂ ഇല്ലേ, നമുക്കൊരു റെസ്പെക്റ്റ് ഇല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് കുറേ പേര് ഇതിൽ കാണിക്കുന്നുണ്ട്. എന്നിട്ട് പറ്റുന്നില്ല, പിറ്റേ ദിവസം ആകുമ്പോഴേക്കും എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ആളില്ലാണ്ട് പറ്റില്ല എന്നുള്ളൊരു ചിന്ത. ആളിൽ ഏറ്റവും കൂടുതൽ ചിന്ത വരുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിനെ ആൾ ഭയങ്കരമായിട്ട് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനലൈസ് ചെയ്യുന്ന വെച്ചാൽ ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരുപാട് ഇങ്ങനെ എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പ്,
നിങ്ങളും അതേ കണക്ക് തന്നെ ഈ പറയുന്ന ടാരോ കാർഡ്സ് റീഡിംഗ് എല്ലാം കണ്ടിട്ട് എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പ്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു ഫീലിങ്സ് അനുഭവപ്പെടുന്നതെന്ന് രണ്ടുപേരും ചിന്തിക്കുന്നുണ്ട്. കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് വേറെ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും കിട്ടാത്ത ഒരു തരം ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത്. അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ദിസ് റിലേഷൻഷിപ്പ് ഈസ് ഗോയിങ് വിത്ത് യൂണിവേഴ്സൽ പ്ലാൻ എന്നാണ് കാണിച്ചിട്ടുള്ളത്. ഈ ഒരു റിലേഷൻഷിപ്പ് പോകുന്നത് നിങ്ങളുടെ ഡേ ബൈ ഉള്ളൊരു ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും യൂണിവേഴ്സ് പ്ലാൻ പ്രകാരം മാത്രമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങളുടെ പ്ലാൻ അല്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, നിങ്ങൾ പല പ്രാവശ്യം ഇതിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ വരികയും വീണ്ടും റീയൂണിയൻ സംഭവിച്ചിട്ടുള്ളവരുടെയുമായിട്ടുള്ളൊരു എനർജീസ് ഒരുപാട് പേരെ കാണിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ വിചാരിക്കും അടുത്തൊരു റീയൂണിയന് നന്നായിട്ട് പോകണം, പഴയതെല്ലാം കഴിഞ്ഞു, നല്ല രീതിയിലേക്ക് ഇനി മുന്നോട്ട് പോകണം ഒരു ബാലൻസോട് കൂടിയിട്ട്. പക്ഷെ അതിന് കഴിയുന്നുണ്ടായിരിക്കില്ല. നിങ്ങൾ തന്നെ എക്സ്പെക്റ്റ് ചെയ്യാത്ത അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല പ്രോബ്ലംസും വരുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇത് ശരിയാവില്ല, ഈ ഒരു പേഴ്സൺ ശരിയാവില്ല, ആൾ ഒട്ടും മാറില്ല, ഇതിൽ നിന്നും ചേഞ്ച് ആവില്ല എന്നൊക്കെ. അങ്ങനെ ഒരു എനർജീസ് കൂടുതലായിട്ടും ഇതിൽ കാണുന്നുണ്ട്. പിന്നെ ഈ ഒരു പേഴ്സണിൻ്റെ ഒരു അകൽച്ച അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയുക, അവരുടെ ഒരു അഭാവം നിങ്ങളിൽ വലിയ ഒരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു പേഴ്സണും അങ്ങനെ തന്നെ ഏറെക്കുറെ ആ ഒരു പേഴ്സണും നിങ്ങളുടെ ഒരു അഭാവത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് കുറേയൊക്കെ ഉള്ളൊരു സത്യാവസ്ഥകൾ അറിയാൻ, അത് മേ ബി ടാരോ കാർഡ്സ് റീഡിലൂടെ അല്ല നിങ്ങളെപ്പോലെ ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ടായിരിക്കും. ആ വ്യക്തി സ്വയം മനസ്സിലിട്ട് ചിന്തിച്ച് മനസ്സിലാക്കുകയാണ്. മേ ബി കുറേ പേർക്കെങ്കിലും മുൻപ് നിങ്ങളുടെ പേഴ്സണോ നിങ്ങൾക്കോ മുമ്പ് വേറൊരു റിലേഷൻഷിപ്പിൽ ഉണ്ടായി കഴിഞ്ഞതായിട്ടും കുറച്ച് പേർക്കെങ്കിലും കാണുന്നുണ്ട്. പക്ഷെ അതുപോലെയുള്ളൊരു റിലേഷൻഷിപ്പ് അല്ല ഇത് എന്ന് മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഫിസിക്കലി കാണാൻ ഒരുപാടൊന്നും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ഷൻ തോന്നുന്ന അത്ര സുന്ദരമാരായിരിക്കില്ല. പക്ഷേ നിങ്ങളുടെ സോൾ കണക്ഷനാണ് അവിടെ കെട്ടിയിടപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് വേറെ ഈ ഒരു വ്യക്തിയുടെ സൗന്ദര്യം അത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സൗന്ദര്യമായിരിക്കും. വേറൊരു വ്യക്തിയെ കാണുമ്പോൾ നിങ്ങൾക്ക് എത്ര സൗന്ദര്യ ഒരു എന്താ പറയുക, നിങ്ങൾക്ക് ഐശ്വര്യ റായ് വന്നാലും അല്ലെങ്കിൽ ആണുങ്ങളിൽ ആരാ പറയുക, മമ്മൂട്ടി വന്നാൽ പോലും അവരുടെ ഒരു സൗന്ദര്യം ഒന്നും നിങ്ങളുടെ പേഴ്സൻ്റെ സൗന്ദര്യത്തിൽ അത്ര എത്തില്ല. അതല്ലെങ്കിൽ ആ ഒരു നിങ്ങൾ അതിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് പോവാത്ത ഒരു ടൈപ്പ് ഓഫ് ഒരു കണക്ഷനാണ് ഇത്. നിങ്ങൾക്ക് എത്ര ഭംഗിയുള്ളവരെ കണ്ടാലും എത്ര സ്മാർട്ട്നെസ്സോടുകൂടി സംസാരിക്കുന്ന ഒരാളെ കണ്ടാലും നിങ്ങൾക്ക് എപ്പോഴും ഈ ഒരു വ്യക്തി മതി. ആ ഒരു വ്യക്തിക്ക് പക്ഷേ കുറേയൊന്നും അങ്ങനെയല്ല കേട്ടോ. ആ വ്യക്തി ഒരു തേർഡ് പാർട്ടി എനർജീസ്, കാരണം ഞാൻ പറഞ്ഞല്ലോ ഇതൊരു യൂണിവേഴ്സൽ പ്ലാൻ ആണ്. കുറേ പേർക്ക് ഇവിടെ തേർഡ് പാർട്ടി എനർജീസ് കാണിക്കുന്നുണ്ട് അവരുടെ ഒരു ബന്ധത്തിൽ. എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്ക്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും ഇല്ല. കുറച്ച് കാര്യങ്ങൾ കാണുന്നത് ഞാൻ പറയുന്നതാണ്. കുറച്ച് പേർക്കെങ്കിലും ഒരു തേർഡ് പാർട്ടി എനർജീസ് കാണിക്കുന്നുണ്ട്. അത് ഈ ഒരു യൂണിവേഴ്സ് പ്ലാൻ പ്രകാരം വന്നിട്ടുള്ളതാണെന്നാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ആ ഒരു എനർജിയിൽ അട്രാക്റ്റഡ് ആയിട്ട് പോകാൻ സാധ്യതയുള്ളൊരു പേഴ്സണുകൾ ഇവിടെ ഉണ്ട്, നിങ്ങളുടെ പേഴ്സൺസ്. ഓക്കെ.